നമസ്കാരം. ഒത്തിരി സന്തോഷത്തോടുകൂടി ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന്. പക്ഷേ അൺബോക്സ് ചെയ്യാനുള്ള ബോക്സ് ദേ ഇതുപോലെ പൊട്ടിച്ച നിലയിലാണ് ഡെലിവറി ചെയ്തതെന്ന് മാത്രം. എന്തായാലും എന്താണോ പർച്ചേസ് ചെയ്തത് അത് അതിനകത്ത് സീൽഡ് പാക്കറ്റിലായിരുന്നു ഉള്ളത്. അതുകൊണ്ട് മാത്രം ഉള്ള ഓർഡർ ചെയ്ത സാധനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സമാധാനം കേട്ടോ. നമ്മൾ ഈ മൊബൈലൊക്കെ മേടിക്കുമ്പോൾ സീൽഡ് പാക്കറ്റ് കിട്ടില്ലേ, അതുപോലെ തന്നെ മേടിച്ച സാധനത്തിൽ സീലുണ്ടായിരുന്നു പാക്കറ്റിന് ചുറ്റും. അതുകൊണ്ട് എന്തായാലും അതിനകത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനാണ് കൊറിയറുകാരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ദിസ് ഈസ് മൈ സെക്കൻഡ് എക്സ്പീരിയൻസ്. ഇതിന് മുന്നേ ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് പുറമേയുള്ള പാക്കറ്റ് ഞാൻ മേടിച്ച പ്രോഡക്റ്റ് പുറമേ കവർ ചെയ്യാതാണ് അവരെനിക്ക് ഡെലിവറി ചെയ്തത്. കാർട്ടൺ ബോക്സും ഇല്ലായിരുന്നു, പേപ്പർ കവറും ഇല്ലായിരുന്നു. ആ പ്രോഡക്റ്റ് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോയി. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ എന്താണ് അൺബോക്സ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 മൈക്കാണ് കേട്ടോ. ഒത്തിരി നാളായിട്ട് ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു മൈക്ക് മേടിക്കണം എന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്നുണ്ടാകുന്ന റവന്യൂ കൊണ്ട് അതിൽ നിന്ന് കാശ് കിട്ടുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ മാറ്റി വെച്ചത്. പക്ഷേ എൻ്റെ കുഴപ്പം തന്നെയാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും ഒക്കെ കുറവായിട്ട് വന്നപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ പോയി, എൻ്റെ വാച്ച് ഓവറൊക്കെ പോയി. അപ്പോൾ ഇനിയും കുറച്ച് നാളുകൂടെ നോക്കിയിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞ് മേടിപ്പിച്ചതാണ് കേട്ടോ ഈ മൈക്ക്. ഞാൻ അച്ഛയോട് ഓൾറെഡി താങ്ക്സ് ഒക്കെ പറഞ്ഞതാണ്. എങ്കിലും ത്രൂ ദിസ് വീഡിയോ താങ്ക് യു സോ മച്ച് അച്ഛേ. അപ്പോൾ ഈ മൈക്ക് ഞാൻ ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഈ മൈക്കിൽ കൂടാണ് കേട്ടോ. ശരിക്കും സൂപ്പർ ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണ്. ഞാൻ 1-2-3 റിവ്യൂസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തത് കേട്ടോ. നമ്മുടെ മലയാളികളുടെ ടെക് ക്രിയേറ്ററായ കണ്ടൻറ്റ് ക്രിയേറ്ററായ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ ഇതിനെക്കുറിച്ച് റിവ്യൂ പറയുന്നത് കണ്ടു. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് വാങ്ങിച്ചത്. ബട്ട് റിയലി ഇറ്റ് ഈസ് അമേസിങ്. നന്നായിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തതൊക്കെ ഡയറക്റ്റ് പോയി ഞാൻ പർച്ചേസ് ചെയ്ത മൈക്കുകളായിരുന്നു കേട്ടോ. പക്ഷേ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ആ മൈക്കുകളെല്ലാം ആ ഷോപ്പുകാർ എനിക്ക് തന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലോകത്തുള്ള എല്ലാ ശബ്ദവും അത് ക്യാച്ച് ചെയ്യുമെന്നുള്ളതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ എന്തിനാണ് ആ ഷോപ്പുകാരൻ പറഞ്ഞ് പറ്റിച്ച് മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ മേടിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ റിവ്യൂ പോലെ തന്നെയാണ് കേട്ടോ ഇത്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 100% അത് അതിൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ബോക്സിനകത്ത് ഇതുപോലെ കുറേ ഇമോജീസൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ആ മൈക്കിൻ്റെ ലോഗോ നമുക്ക് അത് ലോഗോയിൽ ഒട്ടിക്കാൻ പറ്റുന്നതാണ് ഈ ഇമോജീസ്. പല പല ടൈപ്പ് സ്റ്റിക്കേഴ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്, ഇമോജീസും ഉണ്ട്. അങ്ങനെ ഒത്തിരി സ്റ്റിക്കേഴ്സ് അതിനകത്തുണ്ട്. പിന്നെ ഈ കാണുന്ന ബോക്സാണ് ചാർജിങ് കേസ് എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. വലിയ ഇത് മൊബൈൽ ഹോൾഡറാണ്, അതായത് മൊബൈൽ കണക്ടറാണ്. ഐഫോണിനുള്ളതുമുണ്ട്, ആൻഡ്രോയിഡിനുള്ളതുമുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഇതാണ് ചാർജിങ് കേസ്. അതിനകത്താണ് മൈക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ചാർജ് ചെയ്ത് വച്ചിരുന്നാൽ മൈക്ക് ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളാം. ഞാനിത് പറഞ്ഞില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു 75% യൂട്യൂബേഴ്സും ഈ മൈക്കാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസിൽ നമുക്ക് കാണാം എല്ലാവരുടെ കയ്യിലും ഈ മൈക്കുള്ളത്. അപ്പോൾ ഇത് ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ. വ്ളോഗേഴ്സിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അത് നോയ്സ് ക്യാൻസലേഷൻ അതിൻ്റെ 100% വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കിത് അമേസിങ് ആയിട്ട് തോന്നിയത്. ഈ വട്ടത്തിൽ കാണുന്നതാണ് കേട്ടോ മൈക്ക്. ഇതിനെല്ലാം മാഗ്നറ്റ് ഉണ്ട് പുറമെ. അപ്പോൾ നമുക്ക് ഉടുപ്പയിലൊക്കെ ഇങ്ങനെ മാഗ്നറ്റ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊരിക്കലും എനിക്കിഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉടുപ്പയിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ടൊന്നും അതിങ്ങനെ തൂങ്ങിയൊന്നും കിടക്കുകയില്ല കേട്ടോ. കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും.
പിന്നെ അതിനകത്തുണ്ടായിരുന്ന ആ വലിയ കണക്ടർ അത് ക്യാമറയിൽ കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ക്യാമറയില്ലേ, പ്രോപ്പർ മൊബൈലല്ലാത്ത അത്രയിലുള്ള ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിനകത്ത് ഇതുപോലൊരു പൗച്ചുണ്ടായിരുന്നു. പൗച്ചിലാണെങ്കിൽ ഈ വിൻസ്ക്രീൻ ഉണ്ടായിരുന്നു. വിൻസ്ക്രീനിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വ്ളോഗേഴ്സൊക്കെ പുറത്ത് പോകുമ്പോൾ ഈ കാറ്റ് അടിക്കുമ്പോൾ ഉള്ള ഒച്ച ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവറാണ്. അത് മൈക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഫെദർ ടൈപ്പിലെ ഒരു കവറിങ് ആണ് കേട്ടോ. വിൻസ്ക്രീൻ എന്നാണ് അതിന് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതാണ് ആ സാധനം. വളരെ സോഫ്റ്റാണ്. പക്ഷേ ഇത് മൈക്കിൽ കവർ ചെയ്ത് വരാൻ കുറച്ച് പ്രയാസമാണ്. അത് അതാണ് ആദ്യം ഞാൻ കണ്ടത്. പിന്നീട് അതിനകത്തുണ്ടായിരുന്നത് ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആ ക്യാമറ കണക്ടറും ക്യാമറയുമായിട്ട് ഇത് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഇത് ചാർജിങ് കേബിളാണ്. എനിക്ക് തോന്നുന്നു ആ കേബിളിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ചാർജറൊക്കെ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വിൻസ്ക്രീൻ 2 ഉണ്ടായിരുന്നു കേട്ടോ. മൈക്ക് ഓൾറെഡി 2 ഉള്ളതുകൊണ്ടായിരിക്കാം വിൻസ്ക്രീനും 2 ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നെക്ലേസാണ്. മാല പോലെ ഇങ്ങനെ കഴുത്തിൽ തൂക്കിയിടാൻ പറ്റുന്നത്. അതിനും 2 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 മാഗ്നറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി മൈക്കിൻ്റെ പുറകിൽ മാഗ്നറ്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് ഈ മാലയിൽ ഉള്ള മാഗ്നറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷെയ്ക്ക് ചെയ്യുകയോ താഴെ വീഴുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. വളരെ നന്നായിട്ട് തന്നെ ഈ നെക്ലേസ് അത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിലുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ വീഡിയോകൾ നിങ്ങൾക്ക് ഈ മൈക്ക് വെച്ച് വോയിസ് റെക്കോർഡ് ചെയ്ത് ഉടനെ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ ആം സോ ഹാപ്പി. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ bye bye. See you again.